ഹായ് ഓൾ, നമസ്കാരം. മൊബൈൽ ഗ്രാഫറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോട്ടോഗ്രാഫിയിൽ അല്ലെങ്കിൽ ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും അതേപോലെ തന്നെ റിസൾട്ടിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. നമ്മളൊരു ഓർഡിനറി പിക്ചർ എടുക്കുന്നു, ആ പിക്ചർ നമ്മുടെ മാസ്റ്റർ പീസ് പിക്ചറായി മാറുന്നു. അത് അങ്ങനെ മാസ്റ്റർ പീസ് പിക്ചറായി മാറാനായിട്ട് പല ഘടകങ്ങൾ ഉണ്ടായിരിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അതിൻ്റെ ആ ഒരു പിക്ചറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഡിവൈസിൻ്റെ വിലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വില കൂടിയ ഡിവൈസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്നിക്കൽ നോളജ് ഇത്ര അധികം ഉണ്ടെന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. നിങ്ങൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നതും ഇതിനെ വിഷ്വലൈസ് ചെയ്യുന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രൈമറി ആയിട്ട് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്ന ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോമ്പോസിഷൻ അതേപോലെ ഫ്രെയിമിങ്സ് ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തേത് ഫ്രെയിംസ് വിത്തിൻ എ ഫ്രെയിം. ആ വാക്കുകളിൽ തന്നെ ഉണ്ട്, ഫ്രെയിംസ് വിത്തിൻ എ ഫ്രെയിം. ഒരു ഫ്രെയിമിനകത്ത് മറ്റൊരു ഫ്രെയിം ഉൾക്കൊള്ളത്തക്ക രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്ചറിനകത്ത് ഇപ്പോൾ ഒരു ഫ്രെയിമിനകത്ത് നമ്മുടെ ഒരു വലിയ ഫ്രെയിം, അതിനകത്ത് നമ്മൾ കുഞ്ഞു ഫ്രെയിം ഉണ്ട്, അതിനകത്ത് നമ്മുടെ ഒബ്ജക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം കൂടുതലായിരിക്കും ആ ഒരു റിസൾട്ടിൽ. നിങ്ങൾ നോക്കി നോക്കൂ. അപ്പം ഇത് ഒരു ഫ്രെയിമിനകത്ത് വേറൊരു കുഞ്ഞു ഫ്രെയിം, ദെൻ അതിനകത്ത് ഒബ്ജക്റ്റ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും കൂടി, അതേപോലെ ഈ പിക്ചറിൻ്റെ ഔട്ട്പുട്ടും വളരെയധികം ക്വാളിറ്റി വൈസിലും കൂടിയിട്ടുണ്ട്. അതായത് നമുക്കൊരു വലിയ കഥ പറയാനും കൂടി പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ എല്ലാ പിക്ചറിനകത്തും ഒരു കഥ പറയാനുള്ള ഒരു സ്കോപ്പ് കൂടി കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഫ്രെയിംസ് വിത്തിൻ എ ഫ്രെയിം. അപ്പം നമ്മുടെ സറൗണ്ടിങ്ങിലേക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഫ്രെയിംസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ സർക്കിൾ ഷേപ്പിലുള്ള ആവാം, ഏത് ഷേപ്പിലുള്ള ഫ്രെയിമുകളും ആവാം. ചിലപ്പോൾ രണ്ട് ആളുകൾക്ക് ഇടയിലൂടെ ആയിരിക്കും നമുക്കൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലായിരിക്കാം, ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കാം, എങ്ങനെയായിരിക്കാം. അപ്പം നമ്മുടെ സറൗണ്ടിങ്ങിൽ ഒത്തിരി ഫ്രെയിമുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫ്രെയിമുകളാണ് നിങ്ങളുടെ അടുത്ത ഫോട്ടോഗ്രാഫി ഡേയിൽ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത്, നിങ്ങളുടെ ഫ്രെയിമിൽ പെടുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ച് ഫോട്ടോസ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഫ്രെയിംസ് വിത്തിൻ എ ഫ്രെയിം. അടുത്തത് റൂൾ ഓഫ് തേർഡ്സ്. ഇനിയിപ്പോൾ റൂൾ ഓഫ് തേർഡ്സ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കണ്ട, അത് വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിംഗ് തന്നെയാണ്. നമ്മൾ ഗ്രിഡ് ലൈനെ കുറിച്ചിട്ട് നേരത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു ഗൈഡ് ലൈനാണ്. നമുക്ക് നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ല ടൂളാണ് ഗ്രിഡ് ലൈൻ, അല്ലെങ്കിൽ റൂൾ ഓഫ് തേർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുക എന്നുള്ളത്. ഇത് വെർട്ടിക്കലായിട്ടുള്ള 2 പാരലൽ ലൈൻസും ഹൊറിസോണ്ടലായിട്ട് 2 പാരലൽ ലൈൻസും കൂട്ടിമുട്ടുന്ന 4 പോയിന്റ്സ് ഉണ്ടാവും. കണ്ടില്ലേ, 4 പോയിന്റ്സ്. ഈ 4 പോയിന്റ്സിൽ ഒന്നില്ലെങ്കിൽ ആ പോയിന്റിൽ, അല്ലെങ്കിൽ വിത്തിൻ ദാറ്റ് പോയിന്റ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈനിൽ ഇമേജ് വരത്തക്ക രീതി, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരത്തക്ക രീതിയിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻസ്, ആ ഒബ്ജക്റ്റിന് നല്ല ഇമ്പോർട്ടൻസും ഉണ്ടാവും, വളരെ നല്ല ഔട്ട്പുട്ട് ആയിരിക്കും എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫി പറയുന്നത്. ഇതാണ് റൂൾസ് ഓഫ് തേർഡ്. ഈ റൂൾസ് ഓഫ് തേർഡിൽ തന്നെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസാണ് എടുക്കുന്നതെങ്കിൽ ഈ ഗ്രിഡ് ലൈൻ നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊന്ന് കണ്ടു നോക്കിയേ, ഇതിൻ്റെ റിസൾട്ട് നോക്കിയേ. ഇത് ഞാൻ 5x-ലും 3x-ലും ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. സോ ഇതാണ് റൂൾ ഓഫ് തേർഡ്. അടുത്തത് സിമെട്രിക് ഫോട്ടോഗ്രാഫി, അല്ലെങ്കിൽ സിമെട്രിക് ഇമേജ് എന്ന് പറയാം. സിമെട്രിക് ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് സിമെട്രി ആണ്. അതായത് ഒരു സൈഡും മറ്റു സൈഡും ഒരുപോലെ ആയിരിക്കാം, ഒന്നൊന്നിൻ്റെ മിറർ ഇമേജ് പോലെ ആയിരിക്കാം. അപ്പ് ആൻഡ് ഡൗൺ ആവാം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആവാം. 2 ടൈപ്പിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആയിരിക്കാം, വെർട്ടിക്കൽ ആയിരിക്കാം, നമുക്ക് സിമെട്രിക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് നമുക്കൊരു ആർക്കിടെക്ചറൽ ബിൽഡിങ്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ആവാം, ഡിസൈൻസ് ആവാം, പാറ്റേൺസ് ആവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് സിമെട്രി ഫോട്ടോസ് കൂടുതലായിട്ട് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ഫേസ്, സാധാരണഗതിയിൽ ഒരു ഫേസിൽ നമുക്ക് ആ ഒരു കണ്ണിൻ്റെ പൊസിഷൻസ്, മൂക്കിൻ്റെ പൊസിഷൻ, ചെവിയുടെ പൊസിഷൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് സെൻട്രൽ ലൈനിൽ ഗ്രിഡ് വെച്ചുകൊണ്ട് നമുക്ക് സെൻട്രൽ ലൈനിൽ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിറർ ഇമേജ് പോലെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് സിമെട്രി ഫോട്ടോസ്. ഹൊറിസോണ്ടലും ഉണ്ട്, വെർട്ടിക്കലും ഉണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ലീഡിങ് ലൈൻസ്.
സെയിം ഇതിൻ്റെ മീനിങ് തന്നെയാണത്. ലീഡിങ് ലൈൻ, നമ്മുടെ ലീഡ് ചെയ്യുക. അതായത് നമ്മളൊരു ഒബ്ജക്റ്റിനെ, ഒരു ഇമേജിനകത്ത് ഒരു ഒബ്ജക്റ്റിനെ ഫിക്സ് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലാവാം, ഫോർഗ്രൗണ്ടിലാവാം, ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യത്തക്ക രീതിയിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിൽക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇമേജ്, അത്തരത്തിലുള്ള റിസൾട്ടിന്റെ ഔട്ട്പുട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കി, ഇതിനകത്ത് നമുക്ക് ഈ ലീഡിങ് ലൈൻസ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യത്തക്ക രീതി അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കത്തക്ക രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ഹൈലൈറ്റഡ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലീഡിങ് ലൈൻസിന്, ഇത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫീനെയാണ് നമുക്ക് ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത്. ഈ ലീഡിങ് ലൈൻസ് പല ടൈപ്പ് ആവാം. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവാം, ഡയഗണൽ ലൈൻസ് ആവാം, അല്ലെങ്കിൽ സിഗ്സാഗ് ലൈൻസ് ആവാം. ചിലപ്പോൾ നമ്മൾ റോഡിന്റെ ഫോട്ടോ ഒക്കെയാണ് എടുക്കുന്നത്, നമ്മളൊരു ഇടവഴിയുടെ ഫോട്ടോ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിക്കോളുന്നില്ല. പക്ഷെ ഈവൻ ദോ ആ ഒരു ഇടവഴിയുടെ ആ ഷേപ്പാണ് ലീഡിങ് ആയിട്ട് ആ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലീഡിങ് ലൈൻസ്. അടുത്തതായിട്ട് ആക്ഷൻ സ്പേസ്. ആക്ഷൻ സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ഇമേജ്, ആ ഇമേജ് ഒരു മൂവിങ് ആയിട്ടുള്ള ഇമേജാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ ഇമേജിനെ ഒരു ഹാഫിന്റെ ഒരു പോർഷനിലേക്ക് നിൽക്കത്തക്ക രീതിയിലും വരുത്തുകയും ആ ഇമേജ് എന്ത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് ആ ഡയറക്ഷനെ സൂചിപ്പിക്കാനായിട്ട് ബാക്കി ഹാഫ് പോർഷനെ കാണിക്കത്തക്ക രീതിയിലും ഫ്രെയിമിന് സെറ്റ് ചെയ്യുന്നതിനാണ് ആക്ഷൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കൂ, ഈ ഒരു പിക്ചർ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്തത്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ് അടങ്ങിയിട്ടുള്ള ഫ്രെയിം. നോക്കിയേ, ഈ ഒരു റിസൾട്ടിനകത്ത് ഈ ഒരു വാഹനം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് നിന്ന് ഒരു റിസൾട്ട് വരുന്നത്. സി, ഈ കാറ് ഞാൻ ഈ സൈഡിൽ സെറ്റ് ചെയ്തു, അത് ഇന്ന ഡയറക്ഷനിലേക്ക് പോകുന്നു, അത് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അതർ സൈഡും ഫ്രീ ആക്കി. അപ്പൊ ഇതാണ് ശരിക്ക് നമുക്ക് ആക്ഷൻ സ്പേസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോയിലും പലപ്പോഴും കാണാം. ഒരു പോർട്രേറ്റ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ പോർട്രേറ്റിൽ എടുത്തിട്ടുള്ള ആളെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ നോട്ടം എങ്ങോട്ടാണോ പോകുന്നത് ആ ഒരു സ്പേസ് കുറച്ച് ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഇമേജസിന്റെ ലൈഫ് ഇച്ചിരി കൂടി കൂടും. നിങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഇത്തരത്തിലുള്ള നല്ല ടിപ്സും അതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ എത്താനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നെഗറ്റീവ് സ്പേസ്. ഈ നെഗറ്റീവ് സ്പേസ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫ്രെയിമിനകത്ത് ഒരു ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യുന്നു, ആ ഒബ്ജക്റ്റ് ഒഴികെ ബാക്കി ആ ഫ്രെയിമിനകത്തുള്ള എല്ലാറ്റിനും നമുക്ക് നെഗറ്റീവ് സ്പേസ് എന്ന് പറയാം. ആ ഒബ്ജക്റ്റിനെ മാത്രമാണ് അതിൻ്റെ പോസിറ്റീവ് സ്പേസ് എന്ന് പറയുന്നത്. ചില ഫോട്ടോയിൽ നമുക്ക് പ്രത്യേകിച്ച് വൈഡ് ആംഗിളൊക്കെ എടുക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് സ്പേസിൻ്റെ സപ്പോർട്ട് കൊണ്ട് നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ പോസിറ്റീവ് സൈഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റഡ് ആയി കാണുന്ന ചില ഫോട്ടോസ് നമുക്ക് കാണാറുണ്ട്. ഇതിനകത്ത് ഈ ബാക്ക്ഗ്രൗണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് ആ ഒരു ബ്ലൂ സ്കൈ, എത്രയോ ഏരിയ ഉണ്ട്, നമ്മുടെ ഒബ്ജക്റ്റ് വളരെ കുറഞ്ഞ ഏരിയയിലുള്ളൂ. എന്നാലും ആ ഒബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസും ഈ ഒബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ നെഗറ്റീവ് സ്പേസ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നെഗറ്റീവ് സ്പേസ്. അടുത്തത് ഫിൽ ദ ഫ്രെയിം. നെഗറ്റീവ് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രെയിമിൽ ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ ഫോട്ടോ എടുക്കാം. പ്രത്യേകിച്ച് മാക്രോ ഫോട്ടോ അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെയാണ് ശരിക്കും ഫിൽ ദ ഫ്രെയിം എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്നത്. ഈ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കി. ഇത് അടുത്തതായിട്ട് ആഡിങ് ഡെപ്ത്. ആഡിങ് ഡെപ്ത് പ്രത്യേകിച്ച് നമ്മൾ പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ബൊക്കയുടെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമുക്ക് ചില കാര്യങ്ങൾ ഫോർഗ്രൗണ്ടിൽ ചില ഒബ്ജക്ട്സിനൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജിന്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പിക്ചർ നോക്കി. ഇതിനകത്ത് ഈ ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഒബ്ജക്റ്റ് ബ്ലറാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറവാണെങ്കിൽ കൂടി ആ ഒരു സാധനം വന്നതോടുകൂടി നമ്മുടെ
മൊത്തത്തിലുള്ള റിസൾട്ടിനെ കാര്യമായി പോസിറ്റീവ് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടാണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആഡിങ് ഡെപ്ത്. അടുത്ത റൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ബ്രേക്ക് ദ റൂൾ. ബ്രേക്ക് ദ റൂൾ, ബ്രേക്ക് ചെയ്യുക. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റൂൾസാണ്. അത് ചില സമയത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. അത് നിങ്ങളുടെ ഔചിത്യം പോലെ ബ്രേക്ക് ചെയ്യുക, നിങ്ങൾ നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മെക്കാനിക്കൽ ആയിട്ട് പിന്നെ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മളത് വഴിയെ നമ്മളത് എക്സ്പീരിയൻസിലൂടെ നിങ്ങളുടെ ഒരു റുട്ടീനായിട്ട് നിങ്ങളുടെ ഒരു എന്താ പറയുക ഓട്ടോമാറ്റിക്കലി, ഇപ്പോൾ നമ്മൾ പറയില്ല ഓട്ടോ മോഡിൽ ഇട്ട പോലെ നിങ്ങളുടെ പ്രോസസ്സിലേക്ക് അത് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ വരുന്ന ഫോട്ടോഗ്രാഫി എക്സ്പെരിമെൻറ്റ്സിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റ് ബോക്സിലേക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിനെ നമ്മൾ എടുത്തത് അത് നിങ്ങളുടെ വരുന്ന ഫോട്ടോഗ്രാഫി ക്ലിക്കുകളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ഫോട്ടോസ് എടുക്കാനുള്ള എന്താ പറയുക, നല്ല ഫോട്ടോസ് റിസൾട്ട് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഫോട്ടോഗ്രാഫി. ബൈ.